അല്ല രാവിലെ ചോദിക്കട്ടെ, ഏത് ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കേ. പീയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല. നിങ്ങൾ എന്തിനാ പീയൂഷ് ഗോയലിന് ശിഷ്യനാവണേ? ആദ്യം ചാനൽ ചർച്ച പറയുന്നവരും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്റ്റേറ്റ് കേരളം ഒന്നാമതെത്തി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകാവുന്ന തരത്തിൽ ലളിതമായി ഞാൻ പറഞ്ഞു. ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. ഈ സഭയിൽ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഈ ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. ഇതിനകത്ത് അതിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്. നമ്മൾ കാണേണ്ടത്, നമ്മൾ ഒന്നിച്ചു പറയണം കേരളം ഇതാ ഒന്നാമതാണ്. അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയാം. അമിതാഭ് കാന്ത്, ഈ റാങ്കിംഗ് നടത്തുന്നതിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ, രണ്ടുപേരിരുന്ന് വീഡിയോയില് അമിതാഭ് കാന്ത് പറയാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ 1-ാം നമ്പർ കേരളമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാഭ് കാന്തിനെ പോലൊരാള് ഈ റാങ്കിംഗ് നടത്തുന്ന DPTയുടെ സെക്രട്ടറി, ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ, രണ്ടുപേരിയ്ക്കുമ്പോ ഇദ്ദേഹം തന്നെ പറയുമ്പോ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ? ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സ്നേഹിക്കേണ്ടത് നിൽക്കേണ്ടത്? അമിതാഭ് കാന്ത് പറയുന്നു, ചന്ദ്രബാബു നായിഡു പറയുന്നു, RK സിംഗ് പറയുന്നു, പീയൂഷ് ഗോയൽ പറയുന്നു. ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മന്റോ നൽകുന്നു. അത് എനിക്കുള്ള മെമ്മന്റോ അല്ല, കേരളത്തിനുള്ള മെമ്മന്റോയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ രാഷ്ട്രീയമായി പറഞ്ഞോ. നിങ്ങൾ ചെറുപ്പക്കാരാണ്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം. വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതാണ്, ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം. നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്കൊന്നും അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആരും. എന്നാൽ ചെറുപ്പക്കാരൻ, ഒരു യുവജന മേധാവ്, അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു, ഞാൻ വഴങ്ങിയതാ. ഇത് ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. ഇതിനകത്ത് അതിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്.